ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന 8 സെന്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വീട്ടുടമ സ്വന്തം താമസിക്കുന്നതിന് വേണ്ടി പണിതിട്ടുള്ള മനോഹരമായൊരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു ബോക്സി ടൈപ്പിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ഗ്ലാഡിംഗ് ടൈലുകളും ജാളി ടൈലെല്ലാം ഒട്ടിച്ച് മനോഹരമായി തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 13 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 1 കിലോമീറ്ററും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 14 കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. വീടിൻ്റെ മുന്നിലായി വിശാലമായൊരു റോഡ് കാണാം. വലിയ ബസ്സുകൾ പോകാവുന്ന വീതിയുള്ളൊരു ടാറിംഗ് റോഡിന് മുന്നിലായാണ് ഈ വീട് നിൽക്കുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 2018 പ്രളയം ബാധിക്കാത്തൊരു ഏരിയയിലാണ്. ഒരു കോർണർ പ്ലോട്ടാണ്. 2 സൈഡിലും വഴി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി നമുക്ക് ലഭിക്കും. ഫ്രണ്ടിലായി 2 സൈഡിലേക്കും തുറക്കാവുന്ന ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് കയറി വരുന്നത് വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. 3-4 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. നേരെ കാണുന്ന റോഡ് നമുക്ക് കാണാം. വലിയൊരു ടോറസ് വണ്ടിയാണ് അതിൽ വരുന്നത്. അത്രയും വീതിയുള്ള റോഡ് തന്നെ അവിടെ ലഭിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലേക്കെല്ലാം നമുക്കൊന്ന് പോയി നോക്കാം. അത്യാവശ്യം വൃക്ഷത്തൈകളും ഫലപുഷ്ടമായ മണ്ണുമാണ് ഇവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് നട്ടാലും നല്ല രീതിയിൽ കായ്ഫലം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. തെങ്ങും തൈകളും ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ഭാഗത്തും പഴവർഗ്ഗങ്ങളോടുകൂടി വരുന്ന തൈകളെല്ലാം നട്ടിട്ടുണ്ട്. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനം നമുക്ക് കാണാം. പ്ലാവാണ് ഇവിടെ കാണുന്നത്. നിറച്ച് ചക്കയെല്ലാം ഉണ്ടായിരിക്കുന്ന ഒരു പ്ലാവ് തന്നെയാണ്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. 5 വർഷം പഴക്കമുള്ള ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലായി വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. എൽ ഷേപ്പിൽ വരുന്ന സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വീടിൻ്റെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത് ഫുള്ളായും ഗ്രാനൈറ്റ് തന്നെയാണ്. വീടിൻ്റെ ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കും വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കുമാണ്. വലിപ്പമുള്ള ഒരു ഡോറ് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. തേക്കിലാണ് ആ ഒരു ഡോർ നിർമ്മിച്ചിരിക്കുന്നത്. ഡോറ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് ഗസ്റ്റ് ലിവിംഗ് ഹോളിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഹോൾ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളും സീലിംഗ് ഫാനെല്ലാം കൊടുത്ത് മനോഹരമാക്കിയാണ് ആ ഒരു ഏരിയ കവർ ചെയ്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ലിവിംഗ് ഹോൾ തന്നെയാണ്. ഇവിടെയെല്ലാം നമുക്ക് കാണാം ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ഷോ കേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. വിശാലമായ വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത വലിപ്പമുള്ള വിൻഡോകൾ എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഹാൾ വരുന്നത്. വലിപ്പമുള്ള 3 ടേബിൾ ഇടാവുന്ന സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു വീടിൻ്റെ ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നൊരു സ്പേസാണ് ഡൈനിങ് ഹാൾ എന്ന് വരുന്നത്. എന്തൊരു വിശേഷ ആവശ്യങ്ങൾ നടന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങി നിൽക്കുന്ന ഒരു ഏരിയയാണ് ഈ ഡൈനിങ് ഹാൾ. അതുകൊണ്ട് തന്നെ ഈ ഡൈനിങ് ഹാളിന് നല്ല വലിപ്പത്തിൽ തന്നെയാണ് നിർമ്മാണം. കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു കിച്ചൺ ഏരിയയാണ്. ഇവിടെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. മെയിൻ കിച്ചൺ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് മെയിൻ കിച്ചൺ. വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ്. 3 ഭാഗത്തും സ്ലാബ് എല്ലാം കൊടുത്ത് കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയാണ് ഈ ഒരു കിച്ചണിൻ്റെ നിർമ്മാണം. കിച്ചണിലും ഗ്രാനൈറ്റ് തന്നെയാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് ഈ വീടിൻ്റെ വർക്ക് ഏരിയ സ്പേസ്. ഇവിടെയായി പുകയില്ലാത്ത അടപ്പും വാഷ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീനുള്ള സ്പേസ് വരുന്നത്. കൂടാതെ പുറത്തായി നമുക്കൊരു ഇന്ത്യൻ ക്ലോസറ്റോട് കൂടി വരുന്ന ഒരു ബാത്റൂമും ഒരു കുളിക്കാനുള്ളൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഏകദേശം 130ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കോർണറിലായി വുഡിൽ ചെയ്തിട്ടുള്ള ഒരു കബോർഡ് വർക്ക് കാണാം. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. 2ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇതും ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. 2 ഭിത്തിയിലും 3 പാളിയുടെ വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. ഇനി ഡൈനിങ് ഹാളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ടേബിൾ ടോപ്പോട് കൂടി ഒരു വാഷ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഹാൻഡിലിനായി സ്റ്റീലിൻ്റെ റൗണ്ട് ഷേപ്പിൽ വരുന്ന പൈപ്പുകളും
ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഒരു എൽ ഷേപ്പിൽ വരുന്നൊരു ഹോളിലേക്കാണ് വന്നെത്തി നിൽക്കുന്നത്. ഇവിടെയും വിൻഡോയും നേരെ കാണുന്ന ഭിത്തിയിൽ ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അവിടെയും 2 സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒന്നാമത്തെ നിലയിൽ വന്ന് നിൽക്കുമ്പോൾ ഇവിടെയായി നമുക്ക് 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് വരുന്നത്. ഈ ബെഡ്റൂം ഏകദേശം 130ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. ഇത് താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ വരുന്ന ബെഡ്റൂമാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇവിടെ നിന്ന് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വ്യൂ കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ്. 8 സെന്റ് ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം ദൂരത്തായി 8 സെന്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,10,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം.